കടക്കുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടന്റ് അനൗൺസ്മെന്റ് ആണ്. നമ്മൾ ഇത്തവണ ബിഫിറ്റ് സ്ക്വാഡിലെ 2025 ജനുവരി ബാച്ചിലേക്ക് അഡ്മിഷൻ വളരെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് 4 വീക്സ് പ്ലാൻ, അതുപോലെ തന്നെ 60 ഡേയ്സ് 90 ഡേയ്സ് ട്രാൻസ്മിഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ EMI ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പയ്യെ നിങ്ങളുടെ ഫീസ് അടച്ചു തീർത്താൽ മതിയാവും. അപ്പോൾ എന്താ പറയുക, കഴിഞ്ഞ വർഷം ഒരുപാട് നമുക്ക് എന്താ പറയുക ഒത്തിരി ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു. ഒരുപാട് പേർക്ക് നല്ല രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ റീച്ച് ചെയ്യാനായിട്ട് ബിഫിറ്റിലൂടെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ നിങ്ങളുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻസും വെയിറ്റ് ലോസ് പ്ലാനും ഒക്കെ ബിഫിറ്റിന്റെ കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുക. നമുക്ക് ഇത്തവണ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 മന്ത് ഫ്രീ എക്സ്റ്റൻഷൻ ഒക്കെ നമ്മൾ തരുന്നുണ്ട്. ഇത്തവണ നമ്മൾ ന്യൂ ഇയർ ഓഫർ ആയിട്ട് ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 10 പേർക്ക് 500 രൂപ ക്യാഷ് ബാക്ക് കൊടുക്കുന്നുണ്ട്. റഫറൽ ഡിസ്കൗണ്ട്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇത്തവണ നമ്മുടെ ന്യൂ ഇയർ പ്ലാൻസ് സെല് ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരാൾക്ക് നമ്മൾ ക്യാഷ് പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തവണത്തെ നമ്മുടെ ന്യൂ ഇയർ പ്ലാൻസ് വെൽ പ്ലാൻഡ് ആയിട്ടാണ് നമ്മൾ ബിഫിറ്റിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേർണി ബിഫിറ്റിന്റെ കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും നമ്മുടെ 2025 ജനുവരി ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്ലോട്ട് ബുക്ക് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു മോട്ടിവേഷൻ വീഡിയോ ആണോ, അല്ലെങ്കിൽ എനിക്കറിയില്ല ഇത് എങ്ങനെ ഇതിനെ കാറ്റഗറൈസ് ചെയ്യണമെന്ന്. നിങ്ങൾ ആ ഒരു തംബ്നെയിലിലെ പിക്ചർ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ആ ഒരു ഫസ്റ്റ് ഫോട്ടോവും സെക്കൻഡ് ഫോട്ടോവും തമ്മിലുള്ള ആ ഒരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ജേണിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ലൈഫിൽ ഒരു ഫിറ്റ്നസ് റുട്ടീൻ ഉണ്ടാക്കിയ മാറ്റം, അല്ലെങ്കിൽ എക്സസൈസ് ഉണ്ടാക്കിയ മാറ്റം, മെയിൻലി ഞാൻ എക്സസൈസ് തന്നെയാണ് പറയുക. എക്സസൈസ് ചെയ്യുന്ന ആ ഒരു റുട്ടീൻ ഉണ്ടാക്കിയ മാറ്റങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിലൂടെ ഞാൻ എങ്ങനെ എൻ്റെ ഫേസ് ഫാറ്റ് റിഡ്യൂസ് ചെയ്തു എന്നൊക്കെ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞുതരാം. അപ്പൊ ഇതൊരു സ്റ്റോറിയാണ്. ആക്ച്വലി കുറച്ച് എന്താ പറയുക പുറകിലോട്ട് പോകണം. അപ്പൊ ആ ഒരു ഫസ്റ്റ് പിക്ചർ നിങ്ങൾ കണ്ടല്ലോ, ആ ഒരു ഫസ്റ്റ് പിക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡെലിവറി ടൈമിലുള്ള പിക്ചറോ അല്ലെങ്കിൽ ഞാൻ കുഞ്ഞിനെ ആ ഒരു പ്രഗ്നന്റ് ആയിരുന്ന സമയത്തുള്ള പിക്ചറോ അല്ല. ഞാൻ എൻ്റെ വെഡ്ഡിങ് കഴിഞ്ഞ് നമുക്കൊരു വെഡ്ഡിങ് കഴിഞ്ഞ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടാവുമല്ലോ, അപ്പൊ ആ സമയത്ത് എടുത്ത പിക്ചറാണത്. അതായത് ആ സമയത്ത് എൻ്റെ വെയിറ്റ് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ഞെട്ടും. ആ സമയത്ത് എനിക്ക് 52 kgs, അതായത് ഇപ്പോൾ ഉള്ള വെയിറ്റ് പോലും ഇല്ല, 52 or 51 kgs ആയിരുന്നു ആ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നത് കേട്ടോ. രണ്ടാമത്തെ പിക്ചർ, അതായത് എന്താ പറയുക, ഞാൻ ഇവിടെ കാണിക്കാം. രണ്ടാമത്തെ പിക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുഞ്ഞുനെ പിന്നെ പ്രസവിച്ചു. അതിനുശേഷം വെയിറ്റ് ഒക്കെ ഞാൻ 85 kg ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വെയിറ്റ് കുറച്ച് 54 kg, അതായത് ഇപ്പം ഞാൻ എത്ര kg ആണോ ഉള്ളത് ആ സമയത്തുള്ള ഒരു ഫോട്ടോ ആണത്. പക്ഷെ അതിനകത്തുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ടാവും. എന്റെ ഫേസ് ഫാറ്റ് നല്ലപോലെ റെഡ്യൂസ് ആയിട്ടുണ്ട്. നമ്മുടെ ജോ ലൈനും അതുപോലെ തന്നെ ഫീച്ചേഴ്സും ഒക്കെ കുറച്ചും കൂടെ ഒന്ന് എന്താ പറയാ ഷാർപ്പായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഫാറ്റ് നല്ലപോലെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട് അല്ലേ. അപ്പൊ ഈ ഒരു ജേണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ പറയാ, എന്റെ വെഡിങ്ങിന് മുന്നേ ഞാൻ ബാംഗ്ലൂരിലായിരുന്ന സമയത്ത് ഞാൻ 3 years അവിടെ MCA പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ചു കാലം. പിന്നെ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് അതായത് ആ ഒരു 3 years ശേഷം അവിടെ നിന്ന സമയത്ത് ശരിക്കും ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു റൂട്ടീൻ ആയിരുന്നു ആ സമയത്ത് ഞാൻ ഫോളോ ചെയ്ത് കേട്ടോ. ആ സമയത്ത് ഈ PCOD എന്താണ്, തൈറോയിഡ് എന്താണ്, ഫാറ്റ് ലോസ് എന്താണ്, വെയിറ്റ് ലോസ് എന്താണ്, എന്ത് കഴിക്കണം, വർക്ക്ഔട്ട് ചെയ്യണോ, അങ്ങനെ പോലും നമുക്കൊന്നും അതിനെപ്പറ്റി ഒരു കാര്യങ്ങളും അറിയാത്തൊരു സമയമാണ്, അല്ലെങ്കിൽ ചിന്തിക്കാത്തൊരു സമയമാണ്. അപ്പൊ എൻ്റെ കൂടെ നമ്മുടെ റൂംമേറ്റ് അവള് എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടും കൂടെയാണ്, രശ്മിത. അപ്പോൾ ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ചില്ലായിട്ടുള്ള ഒരു ലൈഫ് എന്ന് പറയില്ല. നമ്മൾ എപ്പോഴും എന്താ പറയുക, ഇപ്പൊ ബാംഗ്ലൂർ ആയിരിക്കുന്ന സമയത്ത് PGയിലായിരിക്കും നമ്മൾ താമസിക്കുന്നത്. അപ്പൊ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഇതൊക്കെ PG ഫുഡാണ്. നമ്മൾ വലിയ താല്പര്യമില്ലാത്തൊരു സാധനമാണത് നമുക്ക് PG ഫുഡ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഞങ്ങളുടെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും ഈവനിങ് ആവുന്ന സമയത്തായിരിക്കും അവിടെ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആവുന്നത്. ഈ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. അത് പാനിപൂരി, നമുക്ക് ഈ ചൈനീസ് വെറൈറ്റീസ് ഒക്കെ ഉണ്ടാവില്ലേ, പലതരത്തിലുള്ള റൈസുകള്, നൂഡിൽസുകൾ. അപ്പം ഞങ്ങളുടെ PGയുടെ തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട്, ഒരു കുഞ്ഞു ഷോപ്പാണ്. അപ്പൊ അവിടെ പലതരത്തിലുള്ള റൈസ് വെറൈറ്റീസും നൂഡിൽസും ഒക്കെ കിട്ടും. അപ്പൊ അതായിരുന്നു ഞങ്ങളുടെ മെയിൻ ഫുഡ്. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകും, പാർസൽ മേടിച്ചു കൊണ്ടുവരും, റൂമിലിരുന്ന് കഴിക്കും. അതായിരുന്നു ഞങ്ങളുടെ ഒരു റുട്ടീൻ കേട്ടോ. പിന്നെ ഞങ്ങൾ വെയിറ്റ്, അല്ലെങ്കിൽ ആ സമയത്ത് എനിക്ക് എന്താ പറയുക വെയിറ്റ് കൂടുക, അല്ലെങ്കിൽ തടി വെക്കുക, മുഖത്തിന്റെ തടി കൂടുക, വയറ് കൂടുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഓരോ ആഴ്ചയും ഞങ്ങളിങ്ങനെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഈ ഷോപ്പുകളിലൊക്കെ പുറത്ത് ഇങ്ങനെ വെയിങ് മെഷീൻസ് ഉണ്ടാവില്ല, നമ്മൾ 1 രൂപ കോയിൻ ഇട്ടിട്ട് വെയിറ്റ് നോക്കുന്നത്. അപ്പൊ അതിൽ വെയിറ്റ് നോക്കും. അപ്പൊ വെയിറ്റ് നോക്കുന്ന സമയത്ത് രശ്മിത എന്നെക്കാളും കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾ എത്രയൊക്കെ കഴിച്ചു കഴിഞ്ഞാലും അവൾ അങ്ങനെ തന്നെ ഇരിക്കും. അങ്ങനെ വെയിറ്റ് വെക്കുന്ന ഒരു പ്രകൃതമല്ല. പക്ഷെ ഞാൻ എപ്പോഴും ഒരു ചബ്ബിയാണ്. അപ്പോൾ ഇവിടെ വെയിറ്റ് നോക്കുമ്പോൾ ഒരു 47 kgs ഒക്കെ ആയിരിക്കും. എന്റെ വെയിറ്റ് നോക്കുമ്പോൾ ഒരു 49 ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ ആഴ്ചയും അല്ലെ 2 weeks ഒക്കെ കൂടുമ്പോൾ നമ്മൾ ഇങ്ങനെ വെയിറ്റ് 1 രൂപ കോയിനായിട്ട് വെയിറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ 1 kilo ഒക്കെ കൂടുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ
ആ സമയത്ത് ഈ വെയിറ്റ് മാത്രമാണല്ലോ, നമുക്ക് ഈ ഫാറ്റ് ലോസ് അല്ലെങ്കിൽ ഫാറ്റ് എന്ന് പറഞ്ഞൊരു സംഭവത്തിനെ പറ്റിയേ നമുക്ക് അറിയില്ല. അപ്പൊ വെയിറ്റ് കൂടുന്ന കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഞങ്ങളൊന്ന് കൺട്രോൾ ചെയ്യും. അയ്യോ, ഇനി പുറത്തുള്ള ഭക്ഷണമൊന്നും നമ്മൾ കഴിക്കില്ല, PG ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്തു. വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ്, ഇങ്ങനത്തെ വർക്ക്ഔട്ടാണ് അതൊന്നും നമുക്ക് അറിയില്ല. നമ്മുടെ ആകെ ഒരു ഫോക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയറ് കുറയ്ക്കണം എന്നുള്ളതാണ്. എനിക്കാണെങ്കിൽ എപ്പോഴും ഞാൻ ഒന്ന് തടി വയ്ക്കുമ്പോൾ എൻ്റെ മുഖത്തിന്റെ ആ ഒരു തടിയാണ് കൂടുക, വയറും ചാടും. അപ്പോൾ വയറ് കുറയ്ക്കണം എന്നുള്ള ഒരു ഫോക്കസ് മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ വയറിന് വേണ്ടിയിട്ടുള്ള വർക്ക്ഔട്ട് ഞങ്ങൾ റൂംമേറ്റിന്റെ കൂടെ 2 പേരുണ്ടായിരുന്നു, 3 പേരുണ്ടായിരുന്നു. അപ്പോൾ 2 പേരും മലയാളീസാണ്. അപ്പോൾ ഒന്ന് ഹരിത, ഒന്ന് രശ്മി. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ഫ്ലോറിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക, ക്രഞ്ചസ് പോലെയുള്ള വർക്കൗട്ടുകളൊക്കെ ആ സമയത്ത് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒരു ഒത്തിരി എന്താ പറയാ, ഒരുപാട് മെമ്മറീസ് ആണ് അതൊക്കെ. അപ്പോ അതായിരുന്നു എൻ്റെ ഒരു ഫിറ്റ്നസ് റുട്ടീൻ എന്ന് പറയുന്നത് കേട്ടോ. ആ സമയത്ത് ഫിറ്റ്നസ് എന്താണ്, വെയിറ്റ് കുറയ്ക്കൽ എന്താണ്, എങ്ങനെ ഒന്നും അറിയാത്തൊരു സമയമാണ്. അതിനുശേഷം പിന്നെ വെഡിങ് ആയി. അപ്പൊ ആ സമയത്തും എനിക്ക് തടി വെച്ചിരിക്കുന്ന, ഞാൻ ആ സമയത്തുള്ള പിക്ചേഴ്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ആ സമയത്തൊക്കെ ഞാൻ ഭയങ്കര ചബ്ബിയായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഞാൻ അത് റിയലൈസ് ചെയ്യുന്നത് കേട്ടോ. ഈ പിക്ചേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴാണ് ഞാൻ അത് റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കുള്ള എൻ്റെ ഫിറ്റ്നസ് റുട്ടീൻ സ്റ്റാർട്ട് ചെയ്തത് കുഞ്ഞുണ്ടായി കഴിഞ്ഞ് ഞാൻ 85 kg ആയി. അപ്പൊ 85 kg ആയി ആ ഒരു സമയത്താണ് എനിക്ക് മൈഗ്രെയിൻ. അപ്പോഴും എനിക്ക് വെയിറ്റിനെ പറ്റി ഒരു തോട്ട് ഇല്ല കേട്ടോ. ഞാൻ വെയിറ്റ് കൂടി, വെയിറ്റ് കുറയ്ക്കണം, അങ്ങനെയുള്ള ഒരു തോട്ടൊന്നും ഇല്ല. മൈഗ്രെയിൻ ഉള്ള സമയത്ത് ഇപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ മൈഗ്രെയിൻ ഉണ്ട്, അപ്പൊ ആ മെഡിസിൻ ഒക്കെ ബോഡിയിൽ വർക്ക് ആവണമെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു വെയിറ്റിലോട്ട് എത്തണം എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മൈഗ്രെയിൻ ഒന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ ഫിറ്റ്നസ് ജേണി സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷമാണ് ശരിക്കും ഞാനിങ്ങനെ നമുക്ക് ആ സമയത്തൊന്നും ഇങ്ങനെ യൂട്യൂബ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും, അതായത് ഞാൻ MCA പഠിക്കുന്ന സമയത്തൊന്നും യൂട്യൂബ് ഒന്നും അങ്ങനെ ഉണ്ട്, പക്ഷെ നമ്മൾ അങ്ങനെ നോക്കാറും അങ്ങനെയൊന്നും ഇല്ല. ഇത്രയും ഇപ്പൊ ഫുൾ ടൈം നമ്മൾ യൂട്യൂബും റീൽസും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത്രയും അവൈലബിൾ അല്ല അന്ന്. അപ്പൊ ആ സമയത്തൊന്നും നമ്മൾ അങ്ങനെ വർക്ക്ഔട്ട് അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. അപ്പോൾ ഈ ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞ ആ സമയത്താണ് ഞാൻ പിന്നീട് യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ ആയിട്ട്, നമ്മൾ ആ സമയത്ത് എപ്പോഴും ഗൂഗിളിലാണ് നമ്മളെല്ലാം സെർച്ച് ചെയ്യുക. അപ്പൊ അങ്ങനെ സെർച്ച് ചെയ്തിട്ടാണ് ഞാൻ ഈ സുംബ ഡാൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് എൻ്റെ ഒരു മൈൻഡിലുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ തടി കുറയും എന്നുള്ളതാണ് എൻ്റെ ഒരു മൈൻഡ് സെറ്റ്. പക്ഷേ ഡയറ്റിന് അതിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നൊന്നും എനിക്ക് അറിയില്ല. ഞാൻ 0 നോളജ് ആണ് സമയത്ത്. അപ്പോൾ വർക്ക്ഔട്ട് എന്നുള്ള രീതിയിൽ സുംബ ഡാൻസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അപ്പോഴും എനിക്ക് വെയിറ്റ് കുറയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഡയറ്റും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാലേ വണ്ണം കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ പിന്നെ ഡയറ്റിൽ ശ്രദ്ധിച്ചു. ഡയറ്റ് ശ്രദ്ധിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലുള്ള ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് മാത്രം കഴിക്കുക, വെജിറ്റബിൾസ് മാത്രം കഴിക്കുക, ഇതൊക്കെയായിരുന്നു എൻ്റെ തോട്ട്. അപ്പൊ ആ സമയത്ത് ഏറ്റവും എക്സ്ട്രീം കലോറി ഡെഫിസിറ്റ് ആയിട്ടുള്ള എഗ് ഡയറ്റ്, ബനാന ഡയറ്റ്, ഇങ്ങനത്തൊക്കെയാണ് ഞാൻ ആ സമയത്ത് ഫോളോ ചെയ്തത്. ആ സമയത്ത് ഫീഡിംഗ് ആണ്. പക്ഷെ ഫീഡിംഗ് ആയിട്ടുള്ള ഒരാൾ അങ്ങനെ ചെയ്യരുതെന്ന് അറിഞ്ഞിട്ട് കൂടി എനിക്ക് അറിയില്ലായിരുന്നു, അത് വേറെ കാര്യം. കാരണം നമുക്ക് വെയിറ്റ് കുറയ്ക്കൽ മാത്രമാണ് നമ്മുടെ ചിന്ത. അപ്പൊ ആ സമയത്ത് ഞാൻ കണ്ട ഡയറ്റുകളൊക്കെ ഞാൻ ഫോളോ ചെയ്തു. ആദ്യത്തെ ഒരു മാസം കൊണ്ട് തന്നെ 10 കിലോ കുറച്ചു. പക്ഷേ എന്താ പറയാ, പിന്നീട് ഞാൻ ഡോക്ടർ കണ്ടപ്പോഴാണ് എനിക്ക് എന്താ പറയുക, മുടി കൊഴിച്ചിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഡോക്ടർ കണ്ടപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഇങ്ങനത്തെ ഡയറ്റ് ഒന്നും ഫോളോ ചെയ്യാനേ പാടില്ല, ഒരു പ്രോപ്പർ റുട്ടീനിലോട്ട് വരണം, അങ്ങനെ ബാലൻസ്ഡ് ഡയറ്റിങ്ങിലൂടെയാണ് നമുക്ക് വണ്ണം കുറയ്ക്കാനാവുക എന്നുള്ളൊരു ഫസ്റ്റ് ഒരു തോട്ട്, എന്താ പറയാ, നമുക്കൊരു വെളിച്ചം വീശുക എന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു വെളിച്ചം എൻ്റെ തലയിലോട്ട് വീണു. പിന്നീട് അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് എനിക്ക് ഒരു കാര്യം ഇങ്ങനെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ മാക്സിമം ഞാൻ പഠിക്കും അതിനെ പറ്റിയിട്ട്. അങ്ങനെ അതൊരു ഗുഡ് ക്വാളിറ്റി ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത് മാക്സിമം ഞാൻ അതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങി. എന്തൊക്കെ ഡയറ്റുകൾ നമ്മുടെ ബോഡിക്ക് ഏതൊക്കെ രീതിയിലുള്ള എഫക്റ്റുകളാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയുള്ള ഡയറ്റാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി. അതിനുശേഷമാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പിന്നീട് വർക്ക്ഔട്ട് എന്ന് പറയുന്നത് ശരിക്കും എൻ്റെ ഒരു ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് മാറി. ഞാൻ അങ്ങനെ റെഗുലർ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാളല്ല, അത് നിങ്ങൾക്കും അറിയാം. ഞാൻ ഇടയ്ക്ക് നിങ്ങളെ പോലെ തന്നെ മടി പിടിച്ചെടുക്കാറുണ്ട്, വീണ്ടും റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്യാനായിട്ട് ഞാൻ എത്രത്തോളം ചാലഞ്ചസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ റെഗുലർ ഒരു വർക്ക്ഔട്ട് പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ എന്നിരുന്നാലും ഞാനിപ്പോൾ ഒരു മാസം എടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓവറോൾ ഒരു ഇയർ എടുത്ത് നോക്കുകയാണെങ്കിൽ, അതിൽ മെജോറിറ്റി ഡേയ്സിലും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു മാസം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ മെജോറിറ്റി ഡേയ്സും ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെ ഞാനിപ്പോൾ കാണുന്നു കേട്ടോ. ഇപ്പം ഈ ഒരു വർഷം ഞാൻ നോക്കുകയാണെങ്കിൽ തന്നെ ഓരോ മാസവും ഞാൻ പല സമയത്തും ബ്രേക്ക് എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ 2 വീക്സ് ബ്രേക്ക് എടുത്ത് കാണാം, 1 വീക്ക് ബ്രേക്ക് എടുത്ത് കാണാം. പക്ഷെ എന്നിരുന്നാലും ഞാൻ ഓൾമോസ്റ്റ് ഒരു 1 ഇയർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ മെജോറിറ്റി ഡേയ്സിലും വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വർക്ക്ഔട്ട്, ഡയറ്റ്, ഇത് ഞാനിപ്പോൾ 54 kg ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് ഫോട്ടോ ഞാൻ കാണിച്ചത് അതിൽ ഞാൻ 52 or 50 kgs ആയിരിക്കും ഉണ്ടാവുക. മാക്സിമം പോയി കഴിഞ്ഞാൽ 52 kg. അതിലുള്ള ഞാനും ഇപ്പോഴുള്ള ഞാനും തമ്മിലുള്ള ഒരു ഡിഫറൻസ്, ആ ഒരു ഫാറ്റ് ലോസ് എൻ്റെ ബോഡിയിൽ ഉണ്ടാക്കിയത് ശരിക്കും ആ ഒരു പിക്ചേഴ്സ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്നതാണ്, എൻ്റെ ഒരു ഗോൾ വെയിറ്റ് എന്ന് പറയുന്നത് എൻ്റെ അതായത് ഞാൻ വെഡിങ് സമയത്ത് ഉണ്ടായിരുന്ന ആ വെയിറ്റ്, ആ നമ്പർ എൻ്റെ മൈൻഡിൽ ഇപ്പോഴും ഉണ്ട്, 50 kg.
പക്ഷേ ഞാൻ ഇപ്പം നോക്കുമ്പോൾ എനിക്കത് മനസ്സിലാവുകയാണ്, ആ ഒരു 50 kg ഞാനും ഇപ്പൊ ഒരു 54 kg ഞാനും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്കിപ്പം ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഇപ്പോഴെങ്ങനെയാണോ ഉള്ളത് അതിലാണ് ഞാൻ ഇപ്പൊ ആക്ച്വലി ഹാപ്പി. കാരണം അത്രയും ഫാറ്റ് ലോസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കുറെ നാളായി എനിക്ക് മനസ്സിലായിട്ട്, ഞാൻ ആ ഒരു ഗോൾ വെയിറ്റ്, അതായത് 50 എത്തണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല. അതിനു മുമ്പേ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു രൂപത്തിലേക്ക് ചിലപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ടാവാം. ഇപ്പൊ എന്റെ കാര്യത്തിൽ സംഭവിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നല്ലൊരു ഫിറ്റ്നസ് റുട്ടീൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം മെജോറിറ്റി ഡേയ്സിൽ വർക്കൗട്ടും ഡയറ്റും ഒക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം എനിക്ക് സംഭവിച്ച മാറ്റം, നല്ലപോലെ എന്റെ ബോഡിയിൽ ഫാറ്റ് ലോസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ സ്ട്രെങ്ത് ട്രെയിനിങ്, പ്രത്യേകിച്ച് അതിന് ഞാൻ ബിഫിറ്റിനോടാണ് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയേണ്ടത്. കാരണം ബിഫിറ്റ് സ്ക്വാഡ് നമ്മൾ തുടങ്ങിയതിനു ശേഷമാണ് എന്താണ് സ്ട്രെങ്ത് ട്രെയിനിങ്, അല്ലെങ്കിൽ വെയിറ്റ് വെച്ചിട്ടുള്ള വർക്കൗട്ടുകൾ എന്തൊക്കെയാണ്, നമ്മുടെ ബോഡി വെയിറ്റ് തന്നെ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട് എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പ്രോപ്പർ ട്രെയിനിങ് എനിക്ക് കിട്ടാൻ തുടങ്ങിയ ബിഫിറ്റ് എന്നാണ്. ബിഫിറ്റ് സ്ക്വാഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ എപ്പോഴും ക്ലാസ്സസ് ആയിരുന്നു അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് എന്റെ ബോഡിയിൽ കറക്റ്റ് ആയിട്ട് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ, അതായത് ഫാറ്റ് ലോസ് എന്നുള്ള രീതിയിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത്. അപ്പൊ എന്റെ ബോഡിയിൽ ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു 52 kg ഞാനല്ല ഇപ്പം ഉള്ള എന്റെ ഒരു രൂപം. നല്ലപോലെ ഫാറ്റ് ലോസ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് നല്ലപോലെ മസിൽസ് ഗെയിൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോ അതാണ് ആ ഒരു കമ്പാരിസൺ വരുന്നത്. 52 kg ഞാൻ എന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 54 kg ഇപ്പോഴുള്ള ഞാനും തമ്മിലുള്ള ഡിഫറൻസ്. ഞാൻ ഒത്തിരി ഫാറ്റ് ലോസ് ചെയ്തു. അതുകൊണ്ടാണ് എന്റെ ഫേസ് ഒക്കെ നല്ലപോലെ ഒന്ന് ഒതുങ്ങിയതുപോലെ നിങ്ങൾക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ വയറും എന്റെ ബോഡി കംപ്ലീറ്റ് ഒന്ന് ഒതുങ്ങിയതുപോലെ തോന്നുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ഞാൻ എന്തുകൊണ്ട് വെയിറ്റ് കൂടി, അതായത് 50 kg ഉണ്ടായിരുന്ന ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്ന ആ ചബ്ബികളിൽ നിന്ന് ഞാനിപ്പോ 54 kg ആകുമ്പോൾ ശരിക്കും അതിലും ചബ്ബി ആവുമല്ലേ വേണ്ടത്. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. ഫാറ്റ് ലോസ് ഉണ്ടാവുന്നതോടൊപ്പം തന്നെ എനിക്ക് ഹെൽത്തി ആയിട്ട് മസിൽസ് ഗെയിൻ ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ 54 kg ആയിട്ടും ഞാൻ അതിനേക്കാൾ ആ ഒരു ചബ്ബിനെസ് ഒക്കെ കുറഞ്ഞ് നല്ലപോലെ ഒന്ന് ഒതുങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇത് തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടുന്ന ഒരു കാര്യം. ഇത് തന്നെയാണ്, നമ്മളെല്ലാവരും ഈ ഒരു വെയിറ്റ് ഒബ്സസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ ഡിമോട്ടിവേറ്റഡ് ആവും. വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആവും. പക്ഷെ ഈ ഒരു വെയിങ് മെഷീൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നമ്പർ മാത്രമാണ് കേട്ടോ. അതിൽ കാണുന്ന ഒന്നുമല്ല. നമ്മൾ എപ്പോഴും അതിനകത്ത് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ വെയിറ്റ് കുറയുന്നുണ്ടാവില്ല. പക്ഷെ നമ്മളൊരു നല്ലൊരു ഫിറ്റ്നസ് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്ത് ഒരു മെജോറിറ്റി ഡേയ്സിൽ വർക്ക്ഔട്ട് ചെയ്യുക, ഡയറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ലോസ് നമ്മൾ അറിയാതെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നിങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല. ആ ഫാറ്റ് ലോസ് സംഭവിച്ച് നമ്മൾ നല്ലപോലെ ഒതുങ്ങുന്നുണ്ട്. നമ്മുടെ ഇഞ്ചസ് നല്ലപോലെ കുറയുന്നുണ്ട്. നമുക്ക് പഴയ ഡ്രസ്സുകളൊക്കെ പാകമാവാൻ തുടങ്ങുന്നുണ്ട്. നമ്മുടെ ലുക്ക് തന്നെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് മാറുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ ഫുൾ ടൈം അയ്യോ എന്റെ വെയിറ്റ് കുറഞ്ഞില്ല എന്ന് തന്നെ ഞാനും പലപ്പോഴും ഈ 54 ഞാനിപ്പോൾ എത്ര നാളായി ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നു. നിങ്ങൾ എന്നെ കാണുന്നുണ്ട്. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് തന്നെ ഇപ്പൊ 5 വർഷമായി. അന്ന് മുതൽ നിങ്ങൾ കാണുന്നില്ല ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ പ്രോപ്പറായിട്ട് ഡയറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നിട്ട് പോലും എനിക്ക് 54 മാക്സിമം ഞാൻ 53 ആയി എന്ന് വരാം, അല്ലെങ്കിൽ അതിൽ കുറയുന്ന നിങ്ങൾ കാണാറുണ്ട്. ഒരിക്കലും ഇല്ല. പക്ഷെ ആ ഒരു 52 അല്ലെങ്കിൽ 50 kg ഞാനാണോ ആ പിക്ചർ നിങ്ങൾ കണ്ടല്ലോ, അതുപോലെയാണോ ഞാൻ ഇപ്പോൾ ഉള്ളത്? അപ്പൊ എന്റെ ബോഡി നല്ലപോലെ ഫാറ്റ് ലോസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി മസിൽസ് ഗെയിൻ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് എനിക്ക് സാധിച്ചത് എന്തായാലും വെയിറ്റ് ട്രെയിനിങ് വർക്ക്ഔട്ടിലൂടെയാണ്. അപ്പൊ നിങ്ങൾ ഇതിലൂടെ എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും ഈ ഒരു വെയിങ് സ്കെയിലിൽ ഒബ്സസ്ഡ് ആയിട്ട് ഇരിക്കാതിരിക്കുക. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫിറ്റ്നസ് റൂട്ടീൻ, അത് ഞാൻ പറയുന്നില്ല, നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണ്. നമുക്ക് എല്ലാ ദിവസവും വർക്ക്ഔട്ട് ചെയ്യാനോ എല്ലാ മാസങ്ങളും പ്രോപ്പർ ആയിട്ട് എല്ലാം ഫോളോ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് എന്നെ പോലെയെങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. അതായത് നമ്മൾ മെജോറിറ്റി നമ്മളൊരു തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊട്ടും അയ്യോ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ളൊരു മൈൻഡ് ഉണ്ടാവാൻ പാടില്ല, ഒരു നിരാശ ഉണ്ടാവാൻ പാടില്ല. ഞാനിപ്പോ തിരിഞ്ഞു നോക്കും 2024 ഞാൻ ജനുവരി മുതൽ ഈ ഒരു സമയം വരെ തിരിഞ്ഞു നോക്കുമ്പോൾ അതിൽ മെജോറിറ്റി ഡേയ്സിലും ഞാൻ ഒരു നിരാശയുണ്ട്. എനിക്ക് പ്രോപ്പർ ആയിട്ട് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള നിരാശ ഉണ്ടെങ്കിൽ പോലും കറക്റ്റായിട്ട് ഞാനൊന്ന് നോക്കുകയാണെങ്കിൽ ഞാനൊരു ഹെൽത്തി ഫിറ്റ്നസ് റുട്ടീൻ തന്നെയാണ് ഈ ഒരു വർഷം ഞാൻ ഫോളോ ചെയ്തിരുന്നത്. കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയാണ്. അതിന് മുന്നേ നമ്മുടെ ചാനൽ തുടങ്ങിയതിന് ശേഷം ഞാൻ എങ്ങനെയൊക്കെ ആയാലും തിരിഞ്ഞു വന്ന് നമ്മൾ പൂച്ച വീണ് കഴിഞ്ഞാൽ 4 കാലിൽ വീഴുന്നു എന്ന് പറയുന്ന പോലെ എങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ തിരിച്ച് ആ ഒരു റുട്ടീനിലോട്ട് എത്തിച്ചേരുന്നുണ്ട്. അത് തന്നെയാണ് നിങ്ങളും ചെയ്യേണ്ടത്. നമ്മൾ ഒരിക്കലും എല്ലാം സെറ്റിലായി, ചില ക്ലയൻസ് ഒക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, എന്റെ വർക്ക് ഫിനിഷ് ആയില്ല, എന്റെ ഇത് ഫിനിഷ് ആയില്ല, എന്റെ വെക്കേഷൻ ഉണ്ട്, എനിക്ക് ദീപാവലി വരാൻ പോവാണ്, പെരുന്നാൾ വരാൻ പോവാണ്, ക്രിസ്മസ് വരാൻ പോവാണ്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് എന്തിനാണ് ഇതിനൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത്, ഇതൊക്കെ സെറ്റിൽ ആവാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യം എന്താണ്? ഒരിക്കലും അങ്ങനെ സെറ്റിൽ ആവാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ 5 വർഷവും ഞാൻ എന്തൊക്കെ സെലിബ്രേഷൻസ് വന്നു, എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ അറ്റൻഡ് ചെയ്തു, പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ എന്റെ ഫിറ്റ്നസ് മാറ്റി വെച്ചിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും ആ ഒരു പഴയ ചബ്ബികളായിട്ട് തന്നെ തുടരുമായിരുന്നു. പക്ഷെ ഞാൻ എന്റെ ഹെൽത്തിന് കുറച്ച് പ്രിയോറിറ്റി കൊടുത്തു. അതുകൊണ്ട് തന്നെ മെജോറിറ്റി ഡേയ്സിലും വർക്ക്ഔട്ട് ഉണ്ടായിട്ടും ഞാൻ ഫോളോ ചെയ്യാനായിട്ട് നോക്കി. അതുകൊണ്ടാണ് എനിക്കിപ്പം ഈ ഒരു ഹെൽത്തി ഫാറ്റ് ലോസും അതുപോലെ തന്നെ ഹെൽത്തി വെയിറ്റ് ഗെയിനും, അതായത് ഹെൽത്തി മസിൽ ഗെയിനും എനിക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഞാൻ ഹാപ്പിയാണ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ. അപ്പൊ അങ്ങനെ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ് നിങ്ങൾ വേണ്ടത്. അല്ലാതെ കറക്റ്റ് ആയിട്ട് എല്ലാം പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത്. അങ്ങനെ നമുക്ക് പറ്റില്ല. എല്ലാം പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കാതെ മാക്സിമം ഒരു 30 ദിവസം, ഒരു മാസം 30 ദിവസം ഉണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾ ഒരു 15 ദിവസം
വർക്ക്ഔട്ട് ചെയ്യുന്നത്. അത് ഇടവിട്ടുള്ള ദിവസങ്ങളാണെങ്കിലും കുഴപ്പമില്ല. 15 ദിവസമെങ്കിലും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. നിങ്ങൾ ഡയറ്റിലാണെങ്കിൽ തന്നെ എന്താ പറയുക, ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 വീക്സ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ അങ്ങനെ കംപ്ലീറ്റ് ഒന്നും ഞാൻ പണ്ടും അതായത് പണ്ടായിരുന്നപ്പോഴും ഇപ്പോഴായിരുന്നപ്പോഴും എനിക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ തന്നെ ഞാൻ കഴിക്കുന്നുണ്ട്. ഇവിടെ എൻ്റെ 85 kgsലായിരുന്നപ്പോഴും ഞാൻ 55 kgs ആവുമ്പോഴും ഒക്കെ എനിക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ലൈഫ് നമ്മൾ ഫോളോ ചെയ്യരുതെന്ന് തന്നെയാണ് ഞാൻ പറയുക. അങ്ങനെ നമുക്ക് ആകെ ഒരു ലൈഫേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ട്, പക്ഷെ നമ്മുടെ ഫിറ്റ്നസ് ലൈഫ് സ്റ്റൈലിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മൾ മുന്നോട്ട് പോരുത്. എല്ലാം ആസ്വദിച്ചുകൊണ്ട് എല്ലാം ബാലൻസ് ചെയ്ത്, അതാണ് നമ്മൾ മെയിനായിട്ട് ചിന്തിക്കേണ്ടത്. നമ്മുടെ വർക്കും നമ്മുടെ ലൈഫും നമ്മുടെ ഫിറ്റ്നസും ഒക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം ആക്ച്വലി എന്റെ ഫേസ് ഫാറ്റ് കുറയാനുള്ള റീസണും എന്റെ ബെല്ലി ഫാറ്റ് കുറയാനുള്ള റീസണും ആക്ച്വലി എനിക്ക് എപ്പോഴും വെയിറ്റ് ഗെയിൻ ആവുമ്പം എനിക്കത് പെട്ടെന്ന് തന്നെ വിസിബിൾ ആവുന്ന ചില ബോഡി പാർട്ടാണ് എന്റെ മുഖത്ത് എനിക്ക് നല്ല ചബ്ബിനെസ് വരും. അതുപോലെ തന്നെ വയർ കൂടും. ഇതാണ് എനിക്ക് മെയിൻ ആയിട്ട് എന്റെ ഇതിനകത്ത് സംഭവിക്കാറ്. ചിലർക്കാണെങ്കിൽ നേരെ ലോവർ ബോഡിയിലായിരിക്കും, അതായത് തൊടയുടെ വണ്ണം കൂടും, പിന്നെ ഹിപ്സിന്റെ വണ്ണം കൂടും, അതുപോലെ തന്നെ വയറ് കൂടും. അങ്ങനെയൊക്കെയാണ് ചിലർക്ക് ഉണ്ടാവാറ്. അപ്പോൾ അത് ഓരോരുത്തരുടെയും ബോഡിയിൽ എങ്ങനെയാണോ ഫാറ്റ് ഡെപ്പോസിറ്റ് വരുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണോ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കാതെ, റെഗുലർ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാതെ, ഇറഗുലർ ആയിട്ടാണെങ്കിലും ആ ഒരു ട്രാക്കിൽ നിന്ന് നിങ്ങൾ വിട്ടുപോകാതിരിക്കുക. ഒന്നും ചെയ്യാത്തതിലും ഭേദമാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഒരാഴ്ചയിലൊക്കെ ഇന്ന് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ വിചാരിച്ചു പറ്റിയില്ല, പക്ഷെ നാളെ നമ്മൾ ചെയ്യുക, മറ്റന്നാൾ ചെയ്യാൻ വിചാരിച്ചു പറ്റിയില്ല, അതിന്റെ പിറ്റേന്ന് ചെയ്യുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഓവറോൾ വീക്ക് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഒരു 4 ദിവസവും വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 5 ദിവസവും വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് മെജോറിറ്റി ഡേയ്സും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ആ രീതിയിലുള്ള ഒരു പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കണം നിങ്ങൾ നെക്സ്റ്റ്, അതായത് നിങ്ങൾ 2025ലേക്ക് നിങ്ങൾക്കുള്ള അപ്രോച്ച്. ഈ രീതിയിലാണ് ഞാൻ എന്റെ ഫേസ് ഫാറ്റും അതുപോലെ തന്നെ ബെല്ലി ഫാറ്റും ഒക്കെ ഞാൻ കുറച്ചത്. അതുപോലെ തന്നെ ഈ ഫേസ് ഫാറ്റും ബെല്ലി ഫാറ്റും അതുപോലെ എന്റെ വിരലിന്റെ സൈസ് പോലും, അതായത് ഫിംഗറിന്റെ സൈസ് പോലും കുറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ വെഡിങ് റിംഗ് ഇപ്പൊ ഇടാറില്ല. അതിനുള്ള ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെഡിങ് ടൈമിലുള്ള ഞാനല്ല ഇപ്പോൾ ഉള്ള ഞാൻ. കാരണം ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ഫിസിക്കലി സംഭവിച്ചിട്ടുണ്ട്. നല്ലപോലെ ഫാറ്റ് ലോസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എനിക്ക് വെഡിങ് റിംഗ് ഇപ്പൊ പാകമല്ല, എന്റെ നല്ലപോലെ ലൂസാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രോപ്പർ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് നിങ്ങളിപ്പോൾ പല ഭാഗങ്ങളും വിചാരിച്ചിരിക്കുന്നത് എനിക്ക് ബെല്ലി കുറയ്ക്കണം, എനിക്ക് ഫേസ് കുറയ്ക്കണം, എന്റെ ആം ഫാറ്റ് കുറയ്ക്കണം, അങ്ങനെ ഫോക്കസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നല്ലൊരു റുട്ടീൻ ഫോളോ ചെയ്യുന്നതാണ്. അതായത് ഒരു പ്രോപ്പർ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക, നല്ലപോലെ പ്രോപ്പറായിട്ട് ഡയറ്റ് നിങ്ങൾ മെജോറിറ്റി ഡേയ്സിൽ എടുക്കാൻ നോക്കുക, വർക്ക്ഔട്ട് മെജോറിറ്റി ഡേയ്സിൽ ചെയ്യുക, വെയിറ്റ് ട്രെയിനിങ്ങിന് പ്രാധാന്യം കൊടുക്കുക. അതായത് ഈ കാർഡിയോ ചെയ്ത് കാർഡിയോ, ഡാൻസ് വർക്ക്ഔട്ട് ഇങ്ങനെ ചെയ്ത് നമ്മുടെ മസിൽസ് മൊത്തം കളയാതെ നിങ്ങൾ ഒരു ദിവസം വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ മാക്സിമം വെയിറ്റുകൾ വെച്ചിട്ടുള്ള വർക്ക്ഔട്ടുകൾ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ ബോഡി വെയിറ്റ് വെച്ചിട്ടുള്ള ഈ സ്ക്വാട്ടിംഗ് ഒക്കെ നമ്മുടെ ബോഡി വെയിറ്റ് വെച്ചിട്ടുള്ള വർക്ക്ഔട്ടുകളാണ്. അപ്പൊ അങ്ങനെയുള്ള വർക്ക്ഔട്ടുകളൊക്കെ കൂടുതലായിട്ട് നിങ്ങൾ ശ്രദ്ധ കൊടുക്കും. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ചാലഞ്ചിൽ ഞാൻ വീക്ക് 1 കൊടുത്തിരിക്കുന്ന വർക്ക്ഔട്ട് നമ്മൾ ബോഡി വെയിറ്റ് ഒക്കെ വെച്ചിട്ടുള്ള വർക്ക്ഔട്ടുകളാണ്. അപ്പൊ അങ്ങനത്തെ വർക്ക്ഔട്ടൊക്കെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരം ഒതുങ്ങും. അതായത് നമുക്ക് ഇഞ്ച് ലോസ് അല്ലെങ്കിൽ ഫാറ്റ് ലോസ് ഉണ്ടാവും. അങ്ങനെ ഫാറ്റ് ലോസ് ഉണ്ടാവും നമ്മുടെ ടോപ്പ് ടു ബോട്ടം ആണ് കുറയുന്നത്. അല്ലാതെ നമ്മുടെ ബെല്ലി മാത്രം അല്ലെങ്കിൽ ഫേസ് മാത്രം, ആംസ് മാത്രമായിട്ടല്ല. നമുക്ക് എവിടെയൊക്കെ ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടോ അവിടെ ഒക്കെ ഒതുങ്ങാൻ തുടങ്ങും. അപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കാതെ ഇങ്ങനെ ഓവറോൾ ബോഡി ഫാറ്റ് കുറയ്ക്കാനുള്ള റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുക. അത് നിങ്ങൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും ആ റുട്ടീൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഷോർട്ട് ടേം റിസൾട്ട്, അതായത് ഒരു മാസം കൊണ്ട് എനിക്ക് 5 കിലോ കുറയ്ക്കണം, അങ്ങനെയുള്ള ഒരു എന്താ പറയുക റുട്ടീൻ ഒന്നും നിങ്ങൾ സെറ്റ് ചെയ്യാതിരിക്കുക. ഇത് നമ്മൾ മുന്നോട്ട്, അതായത് ഫ്യൂച്ചറിലേക്ക് ഫുള്ളായിട്ട് ലൈഫ് ടൈം ആയിട്ട് കാണേണ്ടുന്ന ഒരു സംഭവമാണ് ഫിറ്റ്നസ്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒരു തരത്തിലുള്ള ഡിമോട്ടിവേഷൻ ഉണ്ടാവില്ല. നമുക്കൊരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഇത്ര മാസം കൊണ്ട് എനിക്ക് ഇത്ര റിസൾട്ട് കിട്ടണം എന്നുള്ള രീതിയിൽ ഒരു റുട്ടീൻ ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിമോട്ടിവേഷൻ ഉണ്ടാവുന്നത്. പക്ഷേ ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് പയ്യെ ഗ്രാജുവലി നമ്മുടെ ബോഡിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്, നമ്മൾ ഫിറ്റ് ആവുന്നത് നമുക്ക് തന്നെ ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ള ഏറ്റവും നല്ലൊരു എന്താ പറയുക കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫോട്ടോസ് എടുത്ത് വെക്കുന്നതാണ്. ഇപ്പോഴുള്ള നിങ്ങളായിരിക്കില്ല ചിലപ്പം ഒരു ഫിറ്റ്നസ് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്ത് 3 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള നിങ്ങൾ. അപ്പൊ അത് ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഞാൻ ആ ഒരു പിക്ക് എടുത്തേക്കുന്ന 2016 ആ 2016 മുതൽ 2024 വരെ 8 വർഷങ്ങളുണ്ട്. ആ 8 വർഷത്തിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ എന്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. ഞാൻ പ്രഗ്നന്റ് ആയി, പ്രസവിച്ചു, 85 kgs ആയി, വീണ്ടും വെയിറ്റ് ലോസ് ചെയ്തു. അപ്പൊ ഇത്രയും ആ ഒരു സമയം മുതലാണ് ശരിക്കും പറഞ്ഞാൽ എന്റെ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് കുഞ്ഞോനിപ്പം 7 വയസ്സായി. അപ്പോൾ എന്താ പറയുക, ഒരു 6 വർഷമായിട്ടേ ഉള്ളൂ ഞാൻ എന്റെ ഫിറ്റ്നസ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ 6 വർഷം കൊണ്ട് എന്റെ ബോഡിയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റമാണ് നിങ്ങളുടെ മുന്നിൽ ആ പിക്ചേഴ്സ് ആയിട്ട് ഞാനിപ്പോൾ കാണിച്ചു തന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ 1 മാസത്തേക്കോ 2 മാസത്തേക്കോ ഒരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് ഒരു കാര്യം ഫോളോ ചെയ്യാതിരിക്കുക. നമുക്ക് ഇതറിയാം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം, ഡയറ്റ് ചെയ്യണം. അത് നിങ്ങൾ അങ്ങ് ചെയ്തേക്കുക. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കണം എന്നോ വിചാരിച്ചിട്ടോ നിങ്ങൾ അത് ചെയ്യാതിരിക്കുക.
അതൊരു നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ ഡെയിലി കുളിക്കുന്ന പോലെ ഡെയിലി പല്ല് തേക്കുന്നത് പോലെ നിങ്ങൾ ഒരു റുട്ടീനായിട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ നോക്കുക. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഒരു മെജോറിറ്റി ഫിറ്റ്നസ് ലൈഫ് സ്റ്റൈൽ, ഒരു കംപ്ലീറ്റ് ഫിറ്റ്നസ് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യണം ഞാൻ പറയുന്നില്ല, അത് ആർക്കും പോസിബിൾ അല്ലാത്ത കാര്യമാണ്. ഒരു മെജോറിറ്റി ഡേയ്സിലും ഒരു ഫിറ്റ്നസ് റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഒരിക്കൽ നിങ്ങളുടെ ഐഡിയൽ വെയിറ്റിലോട്ട് റീച്ച് ചെയ്യാനും നിങ്ങളുടെ ഒരു ഐഡിയൽ ബോഡി ഫിഗറിലേക്ക് റീച്ച് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം മോട്ടിവേഷൻ ആയി അല്ലെങ്കിൽ എത്രത്തോളം ഇൻഫോർമേറ്റീവ് ആയി എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ ഒരു പിക്ചർ ഞാൻ ഇപ്പൊ അടുത്താണ് ജസ്റ്റ് ഞാനിങ്ങനെ നമ്മുടെ ഗൂഗിൾ ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ എന്റെ പഴയ പിക്ചറും ഇതും വെച്ചൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ എന്താ പറയുക കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് റിയലൈസ് ചെയ്ത ഒരു കാര്യമാണത്. അപ്പൊ ഞാനും ഒത്തിരി ഫൂളിഷ്നെസ് ആയിട്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്റെ പഴയ വെയിറ്റിലൊക്കെ 50 kg എത്തണം എന്ന് ഞാൻ ഒത്തിരി വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ആ ഒരു ആഗ്രഹമേ ഞാൻ വിട്ടുകളഞ്ഞു. കാരണം അതിന്റെ ആവശ്യമില്ലായിരിക്കും. കാരണം നല്ലപോലെ ഞാൻ ഹെൽത്തി മസിൽ വെയിറ്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്, നല്ലപോലെ ഫാറ്റ് ലോസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇനിയും കുറച്ചും കൂടെ ഫിറ്റർ ആയിട്ടുള്ള, ഇപ്പോഴും ഞാൻ ഫിറ്റ് ആയി എന്ന് ഞാൻ പറയില്ല, പക്ഷെ ഇനിയും ഫിറ്റർ ആയിട്ടുള്ള ഒരു വേർഷനിലോട്ടാണ് ഞാൻ വീണ്ടും നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനിയും പ്രത്യേകിച്ച് ഒരു റിസൾട്ടും പ്രതീക്ഷിക്കാതെ ഇനിയും ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അത് എനിക്ക് ഒരുപാട് ഹാപ്പിനെസ് തരുന്നുണ്ട്. ആ ഒരു ലൈഫ് സ്റ്റൈലിൽ എനിക്ക് ഒത്തിരി ഹാപ്പിനെസ് തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഹാപ്പിനെസ് തരുന്ന ലൈഫ് സ്റ്റൈൽ ആവട്ടെ നിങ്ങളുടെ ഫിറ്റ്നസ് ലൈഫ് സ്റ്റൈൽ എന്ന് ഞാൻ എന്താ പറയുക വിഷ് ചെയ്യാണ്. ഇപ്പൊ 2025 എല്ലാവർക്കും എന്താ പറയാ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ഫിസിക്കലി മെന്റലി നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. പ്രത്യേകിച്ച് ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മോട്ടിവേഷൻ ആയി ഇൻഫോർമേറ്റീവ് ആയി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് 2025 എന്തെങ്കിലും ഡൗട്ട്സുകളോ അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്റെ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് നിങ്ങളത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പൊ എന്തായാലും ഇനി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.